പോലീസുകാർ വണ്ടികളൊന്നുണ്ടോ രാവിലെ തന്നെ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കൊച്ചു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചെറുത് നമ്മളവിടെ ചെന്നാൽ നമുക്ക് വേറെ ലൈനാ. നിങ്ങളെ അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും. നമുക്ക് ഉണ്ട്. ഞാൻ എടുത്തോളാം. ഇങ്ങോട്ട് വാ. ഇത് വെച്ചു, ഇതെടുത്ത് അങ്ങോട്ട് എവിടെയാ കാണിച്ചു എടുത്തു. പാവപ്പാടുക കൂട്ടില്ലാത്ത അലമാരി പാണ്ടക്കെട്ടും. ഇതാണ് ഞമ്മക്കുള്ള സമ്പാദ്യം. വല്ലാത്ത വല്ലാത്ത ഉത്തരം പൊളിയും പാടും. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. വക്കീലും വക്കീലടീന ഹോട്ടല്ല. ഇത് കണ്ടോ ഞങ്ങളപ്പാനെ അത് നിനക്ക് പതിക്കാം. കണ്ടോ നല്ല രസമില്ലേ കാണാന്? ഷോള് പോരെ ഈ ഷർട്ട് വേണോ? ഊട്ടിക്കെല്ലാം പോകുമ്പോ ഞങ്ങൾ എന്തായാലും ഇതെല്ലാം ഈ ഷർട്ട് വേണ്ട, ഇത് കൊടുക്ക്. എവിടത്തോ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. ഇത് വേണ്ടാത്തല്ലേ അതൊക്കെ യൂണിഫോം ആണ് പിള്ളേർക്ക്. സ്കൂളിലെ യൂണിഫോം ഇന്ന് ഉപ്പാക്ക് വേണ്ട. എന്നാ സാധനത്തിന് വേണമെങ്കിൽ കുറച്ച് ഉടുപ്പ് ഷർട്ടും ഒക്കെ പാൻറ് വെക്കാം. നല്ല രസമുള്ള ഷർട്ട് ഇപ്പൊ ഉണ്ടാവും. കളർ എടുക്കണത് നേരാവും. അത് നല്ല ഷർട്ട്. അത് യുബ ഇതാ മെരിസിന്റെ അടിയില് രണ്ട് ഉറപ്പുണ്ട്, എടുത്തു തരാമോ? അടിയില് ഒന്നാ കൊച്ചിന് കൊടുക്കാനോ പുതയ്ക്കാൻ. അതാ അതാ കട്ടി അതും ഇപ്പുറത്തോണം. അതല്ല വേറെ ഇതേതാ മോനിക്ക് വേണ്ടേ? അതാ ആ അതാ പിന്നെ അമ്മക്കും പുതയ്ക്കാൻ മതി. ഏതാ വേണ്ടേ? ഒന്ന് ഞങ്ങൾക്ക് വെച്ചോ. മറ്റേ ഇരുന്നോട്ടെ, എടുക്കണ്ട. എല്ലാം സ്റ്റോക്കാണ് കഴിച്ച് ഞങ്ങളെ വീട്ടിൽ. ഒന്നും ഞങ്ങള് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം ഞങ്ങൾ അമ്മ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ്. കണ്ടോ വേണ്ടതൊക്കെ തള്ളന്നേ. ഇനി ആർക്കും ഇടാൻ പിള്ളേരെല്ലാം മറന്നുപോയി. ഒന്നും എടുക്കണ്ട, അതൊക്കെ ആവശ്യമുള്ള തുണിയാണ്. തലയാണിയോറൊക്കെ ഓതാൻ വെച്ചിരിക്കുന്ന ഓതിച്ചൊക്കെ വെച്ചിരിക്കുന്നു. ചാടിക്കണ്ട, അത് മതി. ഇഷ്ടംപോലെ ആയി. ഇനി നമുക്ക് കൊണ്ടുള്ള തുണി ബാഗിനകത്ത് വെച്ചോ. ഒരു ബാഗ് അതാ അവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ആ ബാഗ് വെച്ചതാ. നിങ്ങളുടെ കോട്ട അതേ തൂക്കിയിട്ടിരിക്കുന്നു. അത് വേണ്ട. ഇതോടെ പാർട്ടി പരിപാടിക്ക് കൊടുപ്പാ. ഇതാണ് വക്കീൽ അണിയുന്ന കോട്ടല്ല, ഇത് ഫക്കീർ അണിയുന്ന കോട്ടാണ്. മന്ത്രിക്ക് നമ്മള് ആര് ചോദിക്കും? നമ്മള് ചോദിക്കില്ല. നമ്മൾക്ക് തങ്ങളെന്ന് പറഞ്ഞ് കൊടുത്തു വരും. കണ്ടോ നമ്മള് കണ്ടോ? തങ്ങളെ കാണാൻ വേണ്ടി എത്ര പേര് വരും? വർത്താനം പറയാം. ഫ്രീ ആയിട്ട് കിട്ടും. അതിലൊക്കെ പോയിട്ട് ഓരോ കെട്ടുകൊണ്ട് വരുന്നതാണ്. ഐസ്ക്രീമും മോതിരം കുന്തോ അതും നമുക്ക് വേണേലും വേണ്ടേലും പറക്കിക്കൊണ്ട് വരും. ഒരാള് പാക്ക് ചെയ്യണം. കണ്ടോ നോക്ക്, ഡ്രസ് ഇപ്പൊ എല്ലാം സെറ്റ് ആക്കി വെക്കാൻ. മുണ്ട് രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നത്. ഏതാ ഉടുത്തുന്ന മുണ്ട്? ഉടുത്തുന്ന തുണിയില്ലാതെ ഞാൻ പോകും. ഇക്കൊക്കെ വീർവിടാൻ പറ്റിയ വോട്ടുള്ളത് കൊടുക്കണേ. വലിയ മുണ്ടുണ്ട്. ഷർട്ട് എടുത്താ? തോർത്ത് വേണ്ടേ? അതവിടെ അടുക്കി വെച്ചിരിക്കുന്നു ഈ പെട്ടിക്കകത്ത്. ഇറക്കി വേണോ തോർത്ത് വേണോ? കഴിഞ്ഞ ക്രിസ്മസിന് നീണ്ടുകൂടുന്ന ഒഴിച്ചാന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നു. തോർത്ത് വേണോ? തോർത്ത് വേണോ? ഒന്ന് ഇറക്കി വേണ്ട. വേണ്ട വേണ്ട, അത് വേണ്ട. നല്ല രസമുണ്ട്. നമ്മളെ കുഞ്ഞു മറ്റേ ആ TTP നമ്മളവിടുന്ന് കണ്ടില്ലൊക്കെ ഒരു സംഭവം. ഒരു പാവക്കുട്ടി അതിനെല്ലാം കെട്ടിപ്പിടിച്ച് കിടക്കണ പോലെ ഇരിക്കുന്നു. ഞാനിക്ക് അവിടെ പോയിട്ട് കൊറേ സാധനങ്ങൾ വാങ്ങിക്കണം. എന്റെ ഒക്കെ എല്ലാം വാങ്ങിച്ചിരുന്നതായിരിക്കും.
നിങ്ങൾക്ക് വേണ്ട ഇതൊക്കെ എടുത്തോ. വന്നിട്ട് നീ കൊണ്ടുപോകാൻ ഇത് ഇട്ടോണ്ട് പോകാനുള്ളതല്ലേ. മുണ്ടേതാ ഇതാണോ നീ പറഞ്ഞത്? നനഞ്ഞിരിക്കുന്നല്ലേ തണുപ്പ്? ഇട്ടോണ്ട് പോയി. തുണിയെല്ലാം നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാ. ഞങ്ങള് പാവങ്ങൾക്ക് ഞങ്ങൾ കുറെ ഡ്രസ്സ് ഇങ്ങനെ എടുത്തേക്കാണ്. അപ്പൊ അത് കാണാവാ, കാണിച്ചു തരാം. കണ്ടോ, ഇത്രത്തോളം ഡ്രസ്സ് ഞങ്ങളെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു പാവങ്ങൾക്ക് കൊടുക്കാൻ. ഞങ്ങൾ പോകുന്നത് തമിഴ്നാട് ഏർവാടിക്കാണ് പോണത്. അപ്പൊ ഏർവാടിക്ക് പോകുമ്പോൾ അവിടെ കുറെ ഒത്തിരി പാവങ്ങളുണ്ട്. അപ്പൊ അവർക്കൊന്നും തുണിയും ഡ്രസ്സും ഒന്നും ഇല്ലാതെ അവർ ഇരിക്കായിരിക്കും. അപ്പൊ അവർക്കുള്ള സാധനങ്ങളാണ് ഞങ്ങൾ. പിന്നെ അവർ തുണിയിലായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ നിന്റെ ഡ്രസ്സ് നോക്കി. ആ പിന്നെ പാവങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പോയി കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ പോകുന്നത്. നല്ല അടിപൊളി ചുരിദാറുകളൊക്കെ കേട്ടാ. ചുരിദാറ്, ഷർട്ട്, കൊറേ പാന്റ്, ഒത്തിരി സാധനങ്ങളുണ്ട്. നല്ല അടിപൊളി ജുബ്ബ ഉണ്ട്. ഇത് ഉപ്പാന്റെ ജുബ്ബാണ്. ഇതിന്റെ അതേ കളർ തുണിയും ഉണ്ട്, ഇതേ കരയുള്ള തുണി. നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് അത് കാണാന് അടിപൊളി സൂപ്പർ. ഇതിനെ നോക്കിക്കാ, നോക്കി ജുബ്ബട്ടി നോക്കി, പാകിസ്ഥാനി തൊപ്പി വേണ്ട, പിന്നെ തലക്കെട്ട് മതി. തൊപ്പി വേണ്ട. തൊപ്പി വൃത്തിയാണ്. ഒന്നാമത് കുഞ്ഞു മുഖമാ. തലക്കെട്ട് കുറച്ചുകൂടി രസം. അത് തല ഇനി കൊണ്ടേ കൂടെ കെട്ടും. കൊച്ചേ ഇന്ന് കൊണ്ടേ കൂടെ കെട്ടുന്നത് കെട്ട്. ഇത് നല്ല രസമുണ്ട്. ഇതിന് തുണി കൊടുത്ത് ആ തലയിൽ കെട്ടുന്ന സാധനം ഇട്ടാൽ അടിപൊളിയായിരിക്കും. എന്റെ മോളിൽ കെട്ടും തല. ഷാളും ചെയ്യാൻ തന്നെ പുതിയത്. അത് കെട്ടിയാ മതി. പഴയതെല്ലായിട്ട് ചുറ്റി പാണ്ടിക്കാരുടെ കൂട്ടി ഇങ്ങനെ നടക്കും. എന്നെ നാളെ എടുത്തരുത്. അതിന് ചേർന്ന വെള്ളമുണ്ട്. അത് ഉച്ചാ മതി. പൈസക്കോലമായിട്ട് പോണം. പോകുമ്പോ മക്കള് കൂടെ ഉള്ളപ്പോ നാണക്കേടാണേ. ഇതാണ് കണ്ടോ, തണുപ്പും കയറുന്നില്ല ചെവിയില്, പനിയും പിടിക്കുന്നില്ല. ആരോഗ്യത്തിന്റെ ഗുളിക നമ്മളെ കൈ പിടിച്ചോ പനി വന്നെങ്കിൽ. ഒന്നുമില്ല, ആളായില്ലേ കുഞ്ഞു മുഖം. കുഞ്ഞു മുഖത്തുള്ളൂ. ഏത് വേഷം വേണേലും കെട്ടിക്കാം. ഇപ്പൊ ഭയങ്കര വലിയ രൂപയാ. പൈസ ഒക്കെ ഇല്ലാത്തിരുന്ന് സൂക്ഷിച്ചോളെ. ഫോണും പൈസ ഒക്കെ പോവും കിടന്ന് ഉറങ്ങുമ്പോ. ഞങ്ങൾ ഉറങ്ങൂല, ഞങ്ങൾ ഇങ്ങനെ കറങ്ങും. വണ്ടിയുള്ളത് അതിന്റെ പേരെന്തോ? ക്രൂസ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന? അത് ഈത്തപ്പഴത്തിലെ നീര്, മുട്ട, പാൽപ്പൊടി, ഉപ്പ്, മാവ് എല്ലാം കൂടെ ചേർത്ത് അടിക്കുക. ഈത്തപ്പഴത്തിന്റെ വെള്ളത്തില് ഈത്തപ്പഴത്തിന്റെ നീര് വെള്ളം അതിൽ വേണം അടിക്കാൻ. വേറെ വെള്ളം ചേർക്കല്ല. മാവ് ഗോതമ്പൊടി ആയാലും മൈദ ആയാലും അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് വലിയ ചട്ടി വേണം, വീതിയുള്ള. മസാല ദോശ ഇടുന്ന ചട്ടിക്കകത്ത് കോരി ഒഴിക്കുക. തേൻ ഒഴിച്ചിട്ടാണ് ഇത് തിന്നണ്ടേന്നാണ് ഉമ്മ പറയണത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കുട്ടി നല്ലതായിരുന്നു. 10 മിനിറ്റ് നല്ല ദോശ, നല്ല ആവിക്ക് പോയിഞ്ഞ് ഇഡ്ഡലി കിട്ടും. ശരിക്കും മറ്റേ പത്തിരി, മറ്റേ ഇതില്ലേ നമ്മള് പാൻ കേക്ക് പറയൂലേ, അതേ ടേസ്റ്റ് ഉണ്ട് സത്യം. നല്ല കരിമീൻ ജ്യൂസ് കിട്ടും. പിന്നെ മൃത്തപ്പം ഉണ്ടാക്കും. പിന്നെ മട്ടത്തിൽ ചപ്പാത്തി പോലെ പറ്റിയിട്ട് ഇങ്ങനെ മടക്കും. ഇവിടുന്ന് മടക്കും. പിന്നെ തുമ്പ് ഇങ്ങോട്ട് തുമ്പ് മാത്രം ഇങ്ങനെ നീണ്ടിരിക്കുന്നു. മാവ് ഇങ്ങനെ പരന്നിരിക്കും. അത് പിന്നെ നമ്മൾ ചുട്ട് കഴിയുമ്പോൾ മൊരിഞ്ഞ പോലെ ഇരിക്കും. മറ്റൊന്നൊക്കെ തന്നെ ഞാൻ മസാല ദോശ പോലെ വീതിക്ക്. അപ്പൊ അതൊന്നും ഉണ്ടാക്കുന്നില്ല. പുതിയ ഉടുപ്പാണ്. അഴുത്തിന് കെട്ട് ഷർട്ടി കിടക്കുന്നു. ഷർട്ടി ഇട്ട് കൊടുത്താൽ മച്ചാല് ഗൈസ്, ഞങ്ങളെ ഒരു വമ്പിച്ച ടൂറിനുള്ള ആരംഭത്തിലാണ്. ഡ്രസ്സൊക്കെ മാറി രാമേശ്വരം വഴി അങ്ങോട്ടാണ് ഏർവാടി. തമിഴ്നാട്. തമിഴ്നാട്ടിലേക്കാ ഞങ്ങള് പോകുന്നത്. അതിന്റെ ബാക്കി
രാമേശ്വരം തമിഴ്നാട് ഏതാണ്, ഏർവാടി ഏതാണെന്ന് അറിയാത്ത. കുമളി, തേനി, ആ ദിണ്ടുക്കൽ, ആ അർക്കപ്പെട്ടി, ആ സാരൽക്കുടി, ആ. സിക്കൽ, ആ. വാൽനോക്ക്, ആ. ഏർവാടി. തമിഴ്നാട്ടിൽ ഞങ്ങൾ ഇറക്കിയതാണ് ഗൈസ്. സകല സ്ഥലവും അറിയാം. കുറെ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകും. ആ പോകൂ. ഇവിടെ ഞങ്ങൾ ഡ്രസ് വേറെ കുപ്പായിട്ടുണ്ട്. നമ്മള് വീടൊക്കെ പൂട്ടി ഒരു ഭാഗ്യം സാധനങ്ങളൊക്കെ നമ്മള് രാത്രി തന്നെ മുകളിൽ കയറ്റി. കാരണം വെച്ചാല് രാവിലെ എടുത്തു വെക്കാനുള്ള മടി കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. ഗുഡ് ഗേൾ അലോട്ടി. ഗൈസ് നമ്മളങ്ങനെ വന്ന് കയറിയ ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുണ്ടക്കയം ടൗൺ ആണ്. രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടോ. അത്യാവശ്യം കുറേ ദൂരം പോകാനുള്ളതുകൊണ്ട് നമ്മൾ പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് എണ്ണ അടിച്ചേക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2812 രൂപയ്ക്ക് നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. ഡ്രൈവിങ്ങിൻ്റെ പരിപാടി തക്കാലം എന്നെ ഏൽപ്പിച്ചിട്ട് ഉപ്പ അപ്പുറത്ത് സീറ്റ് ഇരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞ് കാണാം. വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് നമ്മുടെ കൊടുകുത്തിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോത്ത് കച്ചവടം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആട്ടേ കാണുന്നത്. ഇവിടെ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും പോത്തിനെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ. ലേലം വിളിച്ചാണ് കച്ചവടം ചെയ്യുന്നത്. ഫരീദ ഔലിയയുടെ കൊച്ചു മക്കാം കൂടെ കാണാം. കോട്ടയം ടു കുമളി റൂട്ടിലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും കൂടെയാണ് ഈ കാണുന്ന കൊടികുത്തിയിലെ വ്യൂ. രാവിലെ സമയത്തൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി റോഡ് പോലും കാണാത്ത രീതിയിലായിരിക്കും നമുക്ക് ഈ റൂട്ട് വരുന്നത്. ഇതിന് തൊട്ട് മുകളിലായിട്ടൊരു കോളേജ് ഉണ്ട്, കൊടികുത്തി കോളേജ്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ കോളേജിൻ്റെ മുകളിലോട്ട് കയറുന്ന വഴിയിൽ നിന്ന് ഈ ഒരു കാഴ്ച കാണണം. അന്യായ വ്യൂ നിങ്ങൾക്ക് സമ്മാനിക്കും കേട്ടോ. ഒരിക്കലും ഈ ഒരു റൂട്ടിൽ പോയവർ ഇതൊന്ന് മിസ് ചെയ്യാതെ നോക്കിക്കോണം. അതുപോലെ തന്നെ ഈ റൂട്ടിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഈ റൂട്ട് എങ്ങനെയാണെന്ന്. ശബരിമല സീസണൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ആക്സിഡൻറ്റും ഒക്കെ സംഭവിക്കുന്ന റോഡും കൂടെയാണ്. അതിമനോഹരമായിട്ടുള്ള റോഡ് മാത്രമല്ല, അധികം ആക്സിഡൻറ്റുകൾ നടക്കുന്നൊരു റോഡും കൂടെ ആട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചും കൂടെ വണ്ടി ഓടിക്കുക. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ തലയൊക്കെ ഇട്ട് വെളിയിൽ നിന്ന് കാഴ്ചയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ട്, അവനിങ്ങനെ തലയിട്ട് നോക്കുന്നത്. അവന് കാണട്ടേന്ന് വെച്ച് ഇപ്പോൾ പൊക്കിക്കൊണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിലാരും ഇല്ലല്ലോ, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവനെ ഏൽപ്പിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുവന്നത്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉപ്പ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവനെ നമ്മൾ നമ്മുടെ യാത്രയിൽ കൂട്ടി. വീട്ടിൽ ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് ബോറടിക്കണ്ട. അതുപോലെ വേറെ എവിടെയെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ അവരിത് നോക്കുകയില്ല, എന്തെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ കൂടെ തന്നെ നമ്മൾ ഇരുത്തിയിട്ടോ. ആൾ നല്ല രീതിയിൽ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര തണുപ്പൊക്കെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തലയൊക്കെ ഇട്ട് പുറത്തേക്ക് നോക്കുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങേണ്ട സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങളുടെ ഉപ്പ ഏകദേശം കണക്ക് കൂട്ടിയത് 2 മണിക്ക് എണീച്ചിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ച് ഏകദേശം 6 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, പോയേക്കാന്ന് വിചാരിച്ചു. മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വളഞ്ഞങ്ങാനത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് കാണാൻ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല ചൂട് പഴംപൊരിയും ഉള്ളിവടയൊക്കെ കഴിച്ചു. പക്ഷെ ഇവിടുത്തെ ഒരു കാഴ്ച അത് നമ്മളെ അന്യായപ്പെടുത്തും കേട്ടോ. അത്യാവശ്യം കുറേ ആൾക്കാർ ഇവിടെ ഈ സമയമായപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എണ്ണം കൂടാനാണ് ചാൻസ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടവും ചൂട് കടിയും അതിൻ്റെ കൂടെ നല്ല അടിപൊളി പൊടിക്കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ കുറേ നേരം കടയിലിരുന്നു കേട്ടോ. ദുൽഖർ സൽമാൻ്റെ ചാർലിയിലെ ഒരു അടിപൊളി സീൻ ഷൂട്ട് ചെയ്തൊരു സ്ഥലവും കൂടെ ആട്ടോ ഇത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളങ്ങനെ കുറേ നേരം നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നിന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെയും തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. KSRTC പോകുന്ന പോക്കുണ്ട്, എന്ത് രസമല്ലേ. ചായക്കടയിലെ ചേട്ടൻ പള്ളിയിൽ ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് പൈസയൊക്കെ തന്നു, നേർച്ച പൈസ. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ യാത്ര പിന്നെ മുന്നോട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും നമ്മളൊരു കാഴ്ച കാണുകയുണ്ടായി. അങ്ങനെ അവിടെ നിർത്തി കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടോ. നല്ല രസമുള്ള ഭംഗിയുള്ളൊരു സ്പോട്ട്. ഇവിടെ രാവിലത്തെ സമയമൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോഗൊക്കെ കാണാൻ പറ്റും. അടിപൊളി ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് ഞാൻ കുറേ നേരം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതുപോലെ കുറച്ച് നേരം അവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് തുടർന്നു. അന്നേരത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലൊരു മഴ പെയ്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. ഇവിടെ മഴയില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കേ മഴ പെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് മഴയൊന്നും കാണാത്തത്. അതേ നമ്മുടെ മരിയൻ കോളേജിൻ്റെ സൈഡ് ഭാഗങ്ങൾ നേരെയുള്ള ഭാഗങ്ങളൊക്കെ ഇടയിൽ കാണുന്നത്. ഇവിടുത്തെ റൗണ്ട് കറങ്ങി നമ്മളിനി നേരെ പോകുന്ന വെച്ചാൽ കുമളി റൂട്ടിലാണ്. ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ.
രാവിലെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിട്ടേക്കുന്നതാണ്. നല്ല രസമല്ലേ കാണാൻ. ഇത് ടൗൺ എന്ന് വെച്ചാൽ നമ്മുടെ ഏലപ്പാറയിലെ ടൗൺ ആട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആകെ മാറി. നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ കോട ഉള്ളടുത്ത് വണ്ടിയൊക്കെ നിർത്തി 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടി കയറി സ്പൈസി ആയിട്ടുള്ള ഒരു ബേക്കറി ആയിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേര് ശരിക്കും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ സ്പൈസി ഐറ്റം സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, എന്റെ ഉമ്മയാണ്. ഉമ്മയും വൈഫും കൂടി കഴിച്ചു തീർത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി ടൂറിസ്റ്റുകൾ രാവിലെ തന്നെ വരുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൊത്തം ടാക്സി വണ്ടികളാട്ടോ. ഹൈ റേഞ്ചിൽ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ രാവിലെ ടൈമിൽ ഇറങ്ങുക, അല്ലെങ്കിൽ വൈകുന്നേരം ടൈമിൽ ഇറങ്ങുക. കാരണം അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു അടിപൊളി ചർച്ച് നമുക്ക് ഈ വഴിയിൽ കാണാൻ സാധിക്കും കേട്ടോ. നല്ല ഫോഗൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ. ഒത്തിരി ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പോകുന്ന റൂട്ടിലാണെങ്കിൽ പിന്നെയും നമുക്ക് നമ്മുടെ ഫോഗിന്റെ ആ ഒരു കടുപ്പം കൂടി വരുന്ന നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഈ കാണുന്നത് മുഴുവനും തേയിലത്തോട്ടമാണ്. എന്ത് ഭംഗിയിൽ അത് വെട്ടി അതിന്റെ ഒരു ഭംഗിയിൽ അതിങ്ങനെ നിർത്തിയേക്കുന്നുണ്ടോ. ഹോട്ടൽ അന്നപൂർണ ടൂറിസ്റ്റുകൾക്ക് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന കേട്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് തേയിലപ്പൊടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വില കുറച്ചും കിട്ടും, അതുപോലെ അത്യാവശ്യം നല്ല പൊടിയും നമുക്ക് കിട്ടും കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇനി പോവാം. തേയിലത്തോട്ടത്തിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു കുളം കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. രാവിലെ തന്നെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒത്തിരി പേര് നിൽക്കുന്നുണ്ടോ. ആ കാണുന്നത് ഫോട്ടോഷൂട്ടാണ്. എന്ത് രസമല്ല. ഈ ഒരു ഭംഗി കണ്ടു കഴിഞ്ഞാൽ ഇവരെങ്ങനെ വണ്ടി നിർത്തി ഇവിടെ വെച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാതെ എങ്ങനെ പോകും. ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിത് കാണാൻ പോലും സാധിക്കുമായിരുന്നു. എന്താല്ലേ. അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ 2 ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഡ്രൈവർ ഇരിക്കുന്നത്. വേറൊന്നും വിചാരിക്കണ്ട. അടിപൊളി സ്ഥലം. ഞാൻ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കേ. ഇത്രയും തണുപ്പുണ്ടായിട്ട് ഒരാൾ പുതച്ചു മൂടാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ നമ്മുടെ പട്ടിക്കുട്ടി. നമ്മളങ്ങനെ പെരിയാറ് ടൗണിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. ഓട്ടോകളൊക്കെ നിരത്തിയിട്ടേന്ന് നോക്കി. എന്ത് രസമല്ലേ ഓട്ടോ എല്ലാ ടൗണിലെങ്കിലും നിരത്തിയിട്ടേന്ന് കാണാൻ. 2 സൈഡിലും വണ്ടികൾ അതുപോലെ കടകളൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. റോഡിലെ തിരക്ക് കുറഞ്ഞത് കൊണ്ടാണോന്ന് അറിയത്തില്ല. ഡ്രൈവർ നല്ല ആസ്വദിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ടൈം ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി വണ്ടിക്കാരെയൊക്കെ റോഡ് സൈഡിൽ കാണാൻ സാധിക്കും. മുനിസിപ്പാലിറ്റിക്കാർ അവരുടെ വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഓരോരുത്തരും ഓരോ പണിയും തിരക്കായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചൊരു കൊച്ചു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും പോകുന്നത് എങ്ങോട്ടാണ്? തമിഴ്നാട്ടിലേക്ക്. ഞാനാണ് ക്യാമറമാൻ. എങ്ങനെയുണ്ട് എന്റെ ഷൂട്ടിംഗ് ഒക്കെ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഹൈ റേഞ്ചിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട മണ്ണിടിച്ചിലാട്ടോ. രാത്രി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇവർ കൂടുതലും ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൂടി നിങ്ങൾ കരുതുക കേട്ടോ. ഈ കാണുന്നത് ഒരു റെസ്റ്റോറന്റ് ആണ്. അതിന്റെ വെളിയിലുള്ള ഭാഗങ്ങളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുമളി അടുക്കാറാവുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് കണ്ടോ, സൈഡിലെ ഭിത്തിയിൽ മൊത്തം പച്ച പുല്ല് കയറി പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ വളർന്നതാണെന്നാ തോന്നുന്നത്. കുമളിന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ടൂറിസ്റ്റുകൾ, രണ്ടാമത്തെ ചിപ്സ്. ഇവിടെ ചിപ്സിന്റെ കടയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. എത്ര കടകളാണെന്നറിയോ. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ വന്ന് കയറുന്ന സ്ഥലം നമ്മുടെ ചെക്ക് പോസ്റ്റ്, അതായത് നമ്മുടെ കുമളി തമിഴ്നാട് ബോർഡറിന്റെ ചെക്ക് പോസ്റ്റ് ആട്ടോ. ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തുകയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ചിപ്സ് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയതാണ്. പോകുന്ന വഴിക്ക് ഞം അടിക്കാൻ നമുക്ക് ആവശ്യത്തിന് ചിപ്സ് വാങ്ങി വെക്കാം. ഇവിടെ ആകുമ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. ചൂട് ചിപ്സും കിട്ടും. കാറ് പാർക്ക് ചെയ്തേക്കുന്നത് ചെക്ക് പോസ്റ്റിന്റെ ചോട്ടിലായതുകൊണ്ട് വല്ല സീനുണ്ടോന്ന് പഠിച്ചാനറിയാം. തൊപ്പിയൊക്കെ വെച്ചോണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ കച്ചവടമൊക്കെ ചെയ്യുന്നത്. അത് കുറേ ഐറ്റംസുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യല്? നമുക്ക് ചിപ്സ്, ചക്കരവർത്തി, ഹലുവ, കോഴിക്കോട് ഹലുവ, എല്ലാ ഐറ്റം ഹലുവ ഉണ്ട്. സ്ഥലത്തിന്റെ പേര് കുമ്പളി, തമിഴ്നാട് ബോർഡർ, പോലീസ് സ്റ്റേഷൻ, ചെക്ക് പോസ്റ്റ്, ചെക്ക് പോസ്റ്റ്. പിന്നെ എല്ലാ ഐറ്റം പൈസസ് ഐറ്റം എല്ലാം ഉണ്ട്. മുളക്, ഗ്രാമ്പ്, എല്ലാ ഐറ്റം തേയിലപ്പൊടി, കാപ്പിപ്പൊടി. ഇതുപോലെ ഇവിടെ വരുന്ന ആരെങ്കിലൊക്കെ ഉണ്ട് നമ്മുടെ കാക്കയുടെ കട ഓർത്ത് വെച്ചോ. ചെക്ക് പോസ്റ്റിന് നേരെ എതിർവശത്തുള്ള കട. അവിടെ ആണ് ചിപ്സ് എല്ലാം വാങ്ങിച്ചോണ്ട്. പോലീസുകാർ രാവിലെ എക്സസൈസ് തുടങ്ങിയിട്ടുണ്ട്. 6 വണ്ടിയാണോ എന്തോ തള്ളി കയറ്റുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു അതിനകത്തുള്ള ഏതെങ്കിലും ഓഫീസർമാരുടെ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ അവരെന്തായാലും തളത്തില്ല, അത് വേറെ കാര്യം. തമിഴ്നാട്ടിലോട്ട് കടന്നു. ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല ഗൈസ്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.